ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷം നമ്മുടെ പാചക വിശേഷങ്ങളാണ് കേട്ടോ. പാചകവും പാചകവും കൂടെ കലർത്തിയുള്ള പാചകം എല്ലാം കൂടെ ഉള്ള വിശേഷങ്ങളാണ്. പുതിയൊരു അവിയൽ, നല്ലൊരു അവിയൽ എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ. അവിയൽ അത് വെക്കുന്നു. പിന്നെന്താ, വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ, വീഡിയോയിലെ വിശേഷങ്ങൾ. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇന്ന് ഞാൻ ചാമ്പയ്ക്ക ഒന്നും തിന്നുന്നില്ല. എല്ലാവരും എന്നെ വഴക്ക് പറയുന്നു, ചാമ്പയ്ക്ക ഞങ്ങളെ കൊതിപ്പിക്കുന്നു, ചാമ്പയ്ക്ക ഞങ്ങളെ കൊതിപ്പിക്കുന്നു. ചാമ്പയ്ക്ക അതോ ഇഷ്ടമാതിരി കിടപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ. ചാമ്പയ്ക്ക കിടക്കുന്നു, ചാമ്പയ്ക്ക ഞാൻ തിന്നുന്നില്ല കേട്ടോ. കണ്ടോ, ചാമ്പയ്ക്ക ഞാൻ തിന്നുന്നില്ല, എനിക്ക് വേണ്ട. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം മോൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, ഇപ്പം രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കേട്ടോ. കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഇന്ന് എന്നായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്? ഇഡലിയും കടലക്കറിയായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ഇതാ എൻ്റെ ചേട്ടൻ സാമ്പാറും കടലക്കറി രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതെല്ലാം ഞങ്ങള് മുഷ്ടാന്നം കഴിച്ച് കുളിയെല്ലാം ഞാൻ കഴിഞ്ഞു. ദാ ഇപ്പൊ അവിയലിനെ എടുക്ക. വലിയ മോന് ദോശ മതിയെന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ അവന് ദോശ കൊടുക്കണം, ഉണ്ടാക്കാൻ മതി. അവൻ കുളിയെല്ലാം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണം അപ്പൊ ചേട്ടൻ അതിനിടയ്ക്ക് പാല് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എന്നാന്ന് വെച്ചാൽ മാങ്ങാപ്പഴം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഷേക്ക് അടിച്ച് ഉച്ചയ്ക്ക് കുടിക്കാമല്ലോ, കുറച്ച് കഴിഞ്ഞ് കുടിക്കാമല്ലോ. ഈ ചൂടത്തൊക്കെ നല്ലതല്ലേ. നമ്മുടെ സ്റ്റൗ വീണ്ടും പണി മുടക്കിയേക്കുവാണ്. റെഗുലർ പുതിയ ഗ്യാസ് വെച്ചപ്പോഴത്തേക്കും എന്താണെന്നറിയില്ല, കത്തുന്നില്ല. ഇച്ചിരി കഴിയുമ്പോ കത്തുമായിരിക്കും. ആ പതുക്കെ മതിയല്ലോ അല്ലെ. അപ്പൊ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അവിയലിന് ഒരു പ്രത്യേകതയുണ്ട്. ചക്കക്കുരു, ചീരക്കമ്പും, ചീരക്കമ്പ് ഉദ്ദേശം ചീരത്തണ്ട്, വണ്ണമുള്ള കട്ടിയുള്ളതും ഇളത്ത തണ്ടും എല്ലാം കൂടെ മാത്രം അരിഞ്ഞതും, ചക്കക്കുരു, പിന്നെന്തായിരുന്നു, മാങ്ങയിട്ടില്ല, മാങ്ങ ഇടാതെ വെച്ചു ഗ്യാസ്. മാങ്ങ അരിഞ്ഞിടട്ടെ. മാങ്ങായും പിന്നെ വെള്ളരിക്ക, കപ്പളങ്ങ, പിന്നെന്തായിരുന്നു, പടവലങ്ങ. ഇത്രയും കൂടെ കൂടിയൊരു പ്രത്യേക സൈസ് അവിയലാണ്. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഞാനൊരു മാങ്ങ എടുത്തോണ്ടട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. ഇന്നലെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി കേട്ടോ. മൂത്ത മോൻ പറഞ്ഞു, അമ്മേ അച്ഛ നമുക്കൊരു സിനിമയ്ക്ക് പോകാം. അപ്പം അമ്മൂമ്മയോട് അമ്മൂമ്മ പറഞ്ഞു, മോനെ അമ്മൂമ്മയ്ക്ക് ഏസിക്കാതിരിക്കാൻ മേല, അമ്മൂമ്മയുടെ തലയ്ക്കകത്ത് മരച്ചിരിക്കുന്നു എല്ലാം പറഞ്ഞു. പക്ഷെ മകൻ സമ്മതിച്ചില്ല. മകൻ പറഞ്ഞു, പറ്റത്തില്ല, അമ്മൂമ്മ വന്നേ പറ്റൂ, അമ്മൂമ്മയുടെ തല കെട്ടൊക്കെ കെട്ടി അങ്ങോട്ട് ഇരുന്നേച്ചാ മതിയെന്ന് പറഞ്ഞു. ശരി, അമ്മൂമ്മയ്ക്ക് സങ്കടം. മകൻ പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞു ഞാൻ വരാന്നും പറഞ്ഞ അമ്മൂമ്മ വന്ന് ദിലീപിന്റെ പടമായിരുന്നു. എന്നായിരുന്നു, പവി. എടാ പവിയുടെ ബാക്കി എന്നാ, കെയർടേക്കർ. പവി കെയർടേക്കർ. സൂപ്പർ ചിരി കേട്ടോ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള, എനിക്ക് അങ്ങനത്തെ ചിരിയൊക്കെ ഇഷ്ടം, ചിരിയുള്ള പടങ്ങളൊക്കെ ഇഷ്ടം. ഭയങ്കര രസം, കോമഡിയായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ട് തട്ടുകടയെന്ന് ദോശയൊക്കെ മോൻ തന്നെ പോയി പാഴ്സൽ മേടിച്ച് ഇവിടെ വന്ന് കഴിച്ചിട്ടാണ്. അമ്മൂമ്മയ്ക്ക് അവിടെ പോയിരുന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരുമോന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് മേടിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ ഇരുന്ന് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ട് ഞങ്ങൾ 8:20 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8:45 നമ്മുടെ സിനിമ ഓണെന്ന് തുടങ്ങത്തുള്ളല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ, ഇളയ മോനെ വരാത്തവൻ അവനെയും കൊണ്ടുപോയി. അവൻ വന്നില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവനും വന്നു. ഞങ്ങളെല്ലാരും കൂടെ പോയി. അവന് സിനിമയോട് വലിയ ഇതില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? നമ്മളെല്ലായിടത്തൂടെ പോകണ്ടേ? പോകുമ്പോ അതൊരു സന്തോഷമല്ലേ എല്ലാരും കൂടെ പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൻ വന്ന് ഞങ്ങളെല്ലാരും കൂടെ സിനിമയെല്ലാം കഴിഞ്ഞ് വളരെ രസമായിട്ട് വന്ന് 11:45 12 വീട്ടിൽ വന്നപ്പോ രാത്രിയിലാ പോയി. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് ആരുടെയും വീഡിയോ നിർത്താൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇന്നേ കാണത്തുള്ളൂ എല്ലാവരുടെയും വീഡിയോ. അതുകൊണ്ട് എന്നോട് പിണങ്ങെല്ലാരും, ഞാൻ എല്ലാവരുടെയും വീഡിയോ കാണും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താലല്ലേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നേടിപ്പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന്
തുടങ്ങിയ വീഡിയോ എല്ലാം ഇന്ന് കാണും. അപ്പൊ ഈ അവിയലിന്റെ കാര്യം പറഞ്ഞല്ലോ, സൂപ്പർ ഡൂപ്പർ അവിയലാണ്. ഇപ്പുറത്ത് കല്ലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മോന് ദോശയും കടലക്കറി. ഞങ്ങൾക്ക് ഇന്ന് ഇഡലിയായിരുന്നു. അവന് ദോശയോടാണ് താല്പര്യം. എന്നാ ശരി, അവന് ദോശ ഇഷ്ടമാണെങ്കിൽ ദോശ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മുടെ മക്കൾക്ക്? അതല്ലേ നമുക്ക് ആവശ്യം അല്ല? അപ്പൊ ഇനി ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കിടക്കി കാണാം കേട്ടോ. അപ്പൊ എന്റെ മോന് ഇവിടെ ഇരുന്ന് ദോശ കഴിക്കാട്ടോ. എടാ പൊന്നെ, പറയടാ നിന്റെ ചാനലിന്റെ കാര്യം പറ. അമ്മ പറയാം, നീയും കൂടെ പറഞ്ഞോ. മൂകാംബികയിലിട്ടിട്ടില്ലേ? അവന് നാണോ അവന്റെ ചാനലിന്റെ കാര്യം പറയുന്നതേ നാണ. ഒരാളാണെങ്കിൽ അവിടെ ഇരുന്ന് മന്ത്രിക്കുന്നുണ്ട്, എന്നതാണെന്നറിയത്തില്ല. എന്തോ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്തു മന്ത്രാന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടല്ലോ. പിന്നെ അതാ ഒരാളാണെങ്കിൽ കൊച്ചുമകനെ ഇരുത്തി ദോശ തീറ്റിക്കുന്നു, പറഞ്ഞ്. അപ്പൊ ഞാൻ ഇപ്പോഴവർത്ത മോനൊക്കെ ഒരു ചാനൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടോളാം കേട്ടോ. ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയണ തന്നെ എന്റെ നാക്കുളുക്കുക കേട്ടോ. അതുകൊണ്ട് ആ ബോക്സിലോട്ട് ഞാൻ ഇവരുടെ ലിങ്ക് ഇട്ടോളാം. എല്ലാവരും ഒന്ന് പോയി കാണണേ, അവനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവന്റെ ഫ്രണ്ട് ദേവൻ, അവർ രണ്ടുകൂടാണ് പിടിക്കുന്നത്. നമ്മള് മൂകാംബിയെ പോയില്ലായിരുന്നോ? മൂകാംബിയെ പോയതൊക്കെ ഇപ്പോഴാണ് അവർക്ക് സമയം കിട്ടിയത്. പിള്ളേരുടെ കാര്യം അറിയാലോ, സമയം ഉണ്ടേലും ഇല്ലേലും അതുങ്ങൾ ഒരപ്പന്മാരാ. അപ്പൊ ഇതൂടെ കൊണ്ട് കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഓർത്തെ നമുക്കിപ്പോ ഒരു അവിയൽ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നേ. അപ്പം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ദാ ഈ സാധനം, ബീട്രൂട്ട് മെഴുക്കുവരട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കെന്താ ഈ ബീട്രൂട്ട് മെഴുക്കുവരട്ടി നമുക്ക് വെച്ചാൽ മതിയല്ലോ, അവിയലുമായി. പിന്നെ നമ്മുടെ ഉച്ചേരി അങ്ങനെ ഇരിപ്പുണ്ട്, ശകലം എടുക്കുക. ഉണർത്തത്തില്ല, നേരത്തെ പുളിശ്ശേരി ചൂടാക്കുന്ന കൊള്ളത്തില്ലല്ലോ. അപ്പൊ നേരത്തെ എടുത്തങ്ങ് ഇച്ചിരി അങ്ങ് വെച്ചേക്കും. ഇപ്പോഴേ എടുത്തു വെച്ചിട്ടുണ്ട് പുറത്ത്. അപ്പം നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ റെഡിയാവും. പിന്നെ എല്ലാവർക്കും ഒക്കെ മഴയായെന്നൊക്കെ കേട്ടു, കുറച്ച് ആൾക്കാർക്കൊക്കെ അല്ലേ. നമ്മുടെ ഇവിടെ പെയ്തില്ല കേട്ടോ. ഈ കോട്ടയത്ത് തന്നെ പല സ്ഥലമുണ്ടല്ലോ, അവിടെ വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു. പെയ്യുമ്പോ പെയ്യട്ടെ അല്ലേ. എന്നും ഇത് തന്നെ ഉള്ളൂ, ചൂടും അല്ലാത്തതും ഒക്കെ ഉള്ളൂ. അന്നേരം എണ്ണ കഴിക്കാറ് നേരം വെളുക്കുമ്പോ നമ്മൾ വിചാരിക്കും, രാത്രി കിടക്കുമ്പോ ചിന്ത എന്നതാ രാവിലത്തെ പലഹാരം എന്നതാണ് അല്ലേ. പിന്നെ രാവിലെ തലേദിവസം രാത്രിയിൽ പലഹാരവും ആലോചിച്ച് വെക്കണം. പിന്നെ നമുക്ക് കറി എന്നാന്ന് ആലോചിച്ച് വെക്കണം. മീൻ മേടിച്ച ഒരു കറി തന്നെ കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതിയാൽ മതിയല്ലോ. ഇന്നലെ കൊണ്ട് നമ്മുടെ വറ്റ തീർന്നു. പിള്ളേർക്ക് പിന്നെ വറക്കാനിരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല ഞങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ട് നമ്മളെ കാര്യത്തിലാണെങ്കിൽ പ്രശ്നമില്ല അല്ലേ. ചേട്ടൻ ചുങ്കത്തിൽ പോയിട്ട് വന്നെന്ന് തോന്നുന്നു. ചേട്ടൻ അങ്ങനെ ഏത്തപ്പഴവും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. പിന്നെ ചെറിയ ഏത്തപ്പഴം ഞാൻ പറയുന്നു. ഓയ്യോ, ഇതുണ്ട് ഏത്തപ്പഴം, മുട്ടാൻ ഏത്തപ്പഴം. പിന്നെ കുഞ്ഞുവാവയ്ക്ക് ബിസ്ക്കറ്റ് ഓറിയോ, മൂത്ത കുഞ്ഞുവാവയ്ക്ക്. രണ്ടാമത്തെ കുഞ്ഞാവയ്ക്ക് ഡെയിലി ഉണ്ടല്ലോ കേട്ടോ. അല്ല, അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഓഫീസിലോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോ ചേട്ടന് കൊടുത്തു വിടാനും കൊടുത്തു വിടണം. ആ റസ്കും മേടിച്ചല്ലേ. ചന്തു വേണ്ട പറഞ്ഞാ മതിയേ. അങ്ങനെ ഓരോ ഇതുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് അരിയട്ടെ കേട്ടോ, എന്നിട്ട് പിന്നെ കാണാം. അപ്പം നമ്മുടെ അവിയലിനെ നമുക്ക് ചേർത്തേക്കാം കേട്ടോ. വെന്തിരിക്കുവാണേ.
അവിയലാണോ? ഇന്ന് പ്രത്യേക സൈസ് അവിയല്. ആ പ്രത്യേക സൈസ് അവിയലാണ്. നമ്മുടെ ചീരത്തണ്ടില്ലേ, ചീരത്തണ്ടും ചക്കക്കുരു, കപ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ എല്ലാം കൂടി ഇട്ട് മിക്സഡ് ആയിട്ടുള്ള അവിയലാണ്. അവിയലായിട്ട് ഇഷ്ടം. അവിയല് തിന്നും. അവിയല് ഭയങ്കര ഇഷ്ടാട്ടോ. അവിയലും തൈരും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. പിന്നെ ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടാ. എല്ലാം ചൂടാറിട്ടെ. അങ്ങനെ നമ്മുടെ അവിയലിന് എല്ലാ സംഭവം ഉണ്ട്. ഇനി നമുക്ക് അതിനെ ചൂടാക്കി നമുക്കെടുത്ത് വെച്ചേക്കാം. ബീട്രൂട്ട് മെഴുക്കോട്ടെ അവിടെ കിടന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം. മാങ്ങാപ്പഴമുണ്ട്, അപ്പം മാംഗോ ഷേക്കും കൂടെ ഉണ്ടാക്കിയാൽ കുടിക്കാം. ഒരു പ്രാവശ്യം ഒന്നും നോക്കിയാൽ നമ്മുടെ ഉപ്പ് അറിയത്തില്ല അല്ലെ? പെണ്ണുങ്ങളെല്ലാം ഇങ്ങനല്ലേ, 10 പ്രാവശ്യം നോക്കും ഉപ്പ്. കൈ കഴുകട്ടെ. നമ്മുടെ ഗ്യാസ് കത്തുന്നില്ലെന്ന് പറഞ്ഞു ഗ്യാസ് തന്നെ നാണം കെട്ട് കഷ്ടപ്പെട്ട് അവൻ തന്നെ കത്തി. അതേ ഇങ്ങോട്ട് ഏറ് തള്ളിയില്ലായിരുന്നു തോന്നുന്നു, അതായിരുന്നു തോന്നുന്നു കേട്ടോ. നന്നായിട്ട് കത്തുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇത് ചൂടാക്കട്ടെ, എന്നിട്ട് നമുക്ക് മാംഗോ ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അവിയല് നന്നായിട്ട് ചൂടായി, ചൂടല്ല ഒരുവിധം നന്നായിട്ട് ഇതായി. നമുക്ക് ഇവനെ അങ്ങോട്ട് പതുക്കെ ഒരു ശകലം ഉപ്പിന്റെ ഇതുണ്ടോന്നൊരു ഡൗട്ട്, ഒരു ശകലം ചേർത്തേക്കാം. ആർക്കും കടലിൽ നിന്ന് കിട്ടുന്നതല്ല സാധനം ഉപ്പ്, ഇതിന് മാത്രമേ ഉള്ളൂ ഇച്ചിരി വില കുറവുള്ള സാധനം അല്ലേ. അത് പക്ഷെ കൂടുതലായിട്ട് ഇടാനും വേണം ടേസ്റ്റ് കിട്ടാൻ. എന്തൊരു കളിയല്ലേ, മനുഷ്യരുടെ അഹങ്കാരത്തിന്റെ ബലമാണ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എല്ലാവരും, ശരിയല്ലേ? ഇപ്പഴ ശരിയാ. കൈയിട്ട് കൈയും കഴുകി ചൂടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണേ പപ്പടവും കൂടെ കഴിച്ചപ്പം മതിയില്ലേ. എന്നാ ആക്രാന്തം മനുഷ്യർക്കല്ലേ. നേരെ അങ്ങോട്ട് വെളുക്കുമ്പോ തുടങ്ങും വേഗം ഇട്ടോ ഇറോന്നും പറഞ്ഞു എന്നതാ ഉണ്ടാക്കണ്ടി, എന്നതാ തിന്നണ്ടി, എന്തൊരു ബഹളവാ. എല്ലാം കൂടെ തിന്നിട്ട് ലാസ്റ്റ് എല്ലാരും കൂടെ ഒരിടത്ത് കൊണ്ട് കളയുകയും ചെയ്യും. എന്തൊന്നാ അല്ലേ ശരിക്കും ഒരു ഭയങ്കരം തന്നെ മനുഷ്യരുടെ കാര്യം. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളും എല്ലാം അങ്ങനെ തന്നെ. മനുഷ്യരാണ് രാത്രി കിടന്ന് ഉറങ്ങത്തില്ല, മര്യാദക്കൊന്നും കിടന്ന് ഉറങ്ങത്തില്ല. കാരണം എന്നാ, അവന്റെ ചിന്തകൾ മുഴുവൻ എന്തുവാ, നാളെ രാവിലെ കാപ്പിക്ക് എന്നതാ, ഉച്ചക്കത്തെ കറിക്ക് എന്നതാ. അയ്യോ, അരി ചോറ് നമുക്ക് അരിയൊക്കെ പിന്നെ ഒരു മാസത്തേക്ക് വാങ്ങിച്ചു വെക്കുന്നുണ്ട്, തികയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഒരു മാസത്തേക്ക് പലവ്യഞ്ജനം എല്ലാ സാധനങ്ങളും ഒന്നിച്ച് ഒറ്റ മാസത്തേക്ക് മേടിച്ചു വെക്കുന്നത്. അപ്പോഴും ചിന്ത കിടന്നുറങ്ങുന്നതല്ല. ചേട്ടൻ എളുപ്പം വഴിയൊക്കെ രാത്രിയിൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഓരോന്ന് കാണുമ്പോ എടി അത് കണ്ടു ഇത് കണ്ടു. അപ്പൊ ഞാൻ വീഡിയോ കണ്ടുകൊണ്ട് കിടക്കായിരിക്കും. വീഡിയോ കണ്ടു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടും കിടക്കുമ്പം ഉറങ്ങാൻ കിടക്കാൻ നേരമാണ് ചിന്തിക്കുന്നത് നാളെ എന്നതായിരിക്കും. അപ്പൊ തലേ ദിവസം എല്ലാം ആക്കി വെക്കണ്ടേ. രാത്രി അല്ല ആലോചിക്കുന്നത്, രാത്രിക്ക് മുമ്പ് സന്ധ്യക്ക് മുമ്പ് ഉച്ചയാകുമ്പോ ആ ഉച്ചക്ക് തലേന്ന് ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുമ്പോ തന്നെ വിചാരിക്കും നാളത്തേക്ക് എന്നെ ആക്കി വെക്കേണ്ടത്. അങ്ങനെ തുടങ്ങി വെച്ചെങ്കിൽ ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എന്നാ എല്ലാം വേഗം ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ വരുന്നേ അന്നേരം നമുക്ക് ചിന്തകൾ മുഴുവൻ ഉറക്കത്തിലല്ല. സത്യം പറഞ്ഞാൽ ചിലപ്പോ ആണുങ്ങൾക്ക് ദേഷ്യം വരുമല്ലേ ഈ പെണ്ണുങ്ങളുടെ ഓരോ, പക്ഷെ അവർക്ക് ദേഷ്യം വന്നിട്ട് തന്നെ അവർക്ക് ദേഷ്യം വന്നാല് നമ്മളോട് അന്നേരം പറയും എന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കാണാം, എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാനത്തെ അവസ്ഥ ഇല്ലേ. ചിലപ്പോൾ ഒരു പാകപ്പിഴ ഒരു ദിവസം 2 ദിവസം ക്ഷമിക്കും, 3ാമത്തെ ദിവസം ഒരു പാകപ്പിഴ എന്തെങ്കിലും കറിക്കോ എന്തിനേലും വന്നു കഴിഞ്ഞാൽ കാണാം നമ്മളോട് കുടവാളെടുക്കുന്നല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നമ്മളൊക്കെ നല്ല രീതിയിൽ ചെയ്തും വെച്ചും കൊടുക്കുന്നോണ്ടാണ് നമുക്കൊന്നും ചീത്ത കേൾക്കാത്തത്. പിന്നെ ചില സമയത്തൊക്കെ ചെറിയ വന്തികളൊക്കെ വന്നാൽ ഒന്നും പറയത്തില്ല കേട്ടോ, ഒന്നും പറയാറില്ല. അങ്ങനൊക്കെയാണ് മനുഷ്യന്റെ, എല്ലാ മനുഷ്യരും അങ്ങനെ.
ചില ആളുകളുണ്ട് കേട്ടോ, അയ്യോ ഒരു ശകലം വ്യത്യാസം എന്തെങ്കിലുമൊക്കെ വന്നാലേ വരുന്നേ. എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാലേ അവരെ കൊല്ലും, ദേഷ്യപ്പെട്ട്. ഇത് കഷ്ടം അങ്ങനെയൊക്കെ അല്ലേ. നമ്മുടെ ഇവിടെ അങ്ങനൊന്നുമില്ല കേട്ടോ. എന്നൊക്കെയാണെങ്കിൽ പ്രശ്നം കേട്ടോ, വല്ലപ്പോഴും ആണെങ്കിൽ അങ്ങനൊന്നുമില്ല. ഞാൻ കൈയൊക്കെ കഴുതാണേ. നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ, അതിന്റെ ഈ തൊലി കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഷേക്കിന് കേട്ടോ. ഷേക്ക് ഉണ്ടാക്കാനാണേ. തൊലി നമുക്ക് വേണ്ട, തൊലി എല്ലാം കളഞ്ഞിട്ട്. പിന്നെ രാത്രിയിൽ അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഇവര് വലിയ കഥകളൊക്കെ പറഞ്ഞു വരും ചിലപ്പോ അല്ലെ. അപ്പോഴും നമ്മുടെ ചിന്ത രാത്രിയില് രാവിലെ തലേ ദിവസം മീൻ മേടിച്ച് വെച്ചില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വെട്ടാൻ പറ്റത്തില്ല. നേരത്തെ ജോലി തീർക്കണമെങ്കിലും തലേ ദിവസം എടുത്ത് വെച്ചെങ്കിലേ ഉള്ളൂ, വാങ്ങിച്ചു വെച്ചെങ്കിലേ ഉള്ളൂ എന്നൊക്കെയാണ് എന്റെ ചിന്താഗതി. എല്ലാവരും അങ്ങനല്ലേ ചിന്തിക്കുന്നത്. നേരത്തെ ജോലി തീർന്നിട്ട് എനിക്ക് സ്വസ്ഥമായിട്ട് കുറേ നേരം ഇരിക്കണം. എന്റെ ഇത് മുഴുവൻ അങ്ങനാണ്. ആ ചെയ്ത അത്രയും ഭയങ്കര സ്പീഡിൽ ചെയ്യുവേ, പക്ഷെ ആ ചെയ്ത അത്രയും നേരം കുറേ നേരം എനിക്കിങ്ങനെ ഇരിക്കണം, റെസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് ഉടനെ പോയി ചോറ് വിളമ്പുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇഷ്ടമില്ലെന്നല്ല, പാടാം. നമ്മൾക്ക് ക്ഷീണം വരും. ശരിയല്ലേ? കുളിയും നനയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ വിഴുങ്ങണം, ഉച്ചക്കലത്തെ വിഴുങ്ങണം, രാത്രിയിലത്തെ വിഴുങ്ങണം, വീട്ടിൽ ചായ ഉണ്ടാക്കണം. എന്നാ ബഹളമാ പെണ്ണുങ്ങളുടെ. അതിന്റെ കൂടെ എന്തെങ്കിലും വിരുന്നുകാരോടെ വന്നാലത്തെ അവസ്ഥ ചത്തുപോകും. എനിക്കിപ്പോ വിരുന്നുകാരെ ഓർക്കാനേ വേണം, ഉള്ള കാര്യം പറയാം. കാരണം വയ്യ പണ്ടത്തെ പോലൊന്നും ചെയ്യാൻ. വിരുന്നുകാരൊക്കെ അന്ന് തന്നെ പൊക്കോണം അല്ലേ, അല്ലാതെ ഒരു രക്ഷയില്ല നമുക്ക് പണ്ടത്തെ പോലൊന്നും. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരുടെ പ്രായവും കുറവ്, ഇത്രയും ഇതില്ലായിരുന്നു. ഇന്നിപ്പോ എനിക്ക് വയ്യ, തീരെ വയ്യ അങ്ങനൊക്കെ ചെയ്യാൻ. ഒത്തിരി കടന്നു പോകാം. നമ്മുടെ വീട്ടിലെ പണികൾ നമ്മൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ വീണ്ടും കുറെ പണികളൊക്കെ വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. പിന്നെ ദൈവം ഇങ്ങനെ ആരോഗ്യം നമുക്ക് തന്നാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളും. അപ്പൊ ഇന്നത്തെ അവിയൽ എല്ലാരും വെച്ച് നോക്കണം കേട്ടോ. അതാണ് ഇന്ന് ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊക്കെ ആക്കിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മാംഗോ ഷേക്ക് ഉണ്ടാക്കി എല്ലാവരും കുടിക്കട്ടെ അല്ലേ. ഷേക്ക് കുടിക്കട്ടെ. മാംഗോ ഷേക്കിനകത്ത് ഇടയ്ക്കൊക്കെ ഇത് കിടപ്പുണ്ട്, ഇതും കൂടെ ഒഴിക്കട്ടെ, എന്നിട്ട് കാണിക്കാം. അങ്ങനെ മാംഗോ ഷേക്കൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കട്ടെ. അപ്പൊ ഞാനും മാംഗോ ജ്യൂസ് എല്ലാം കുടിച്ചു. തണുപ്പ് പോയിട്ടാണ് കുടിച്ചു കേട്ടോ, എനിക്ക് തണുപ്പ് കുടിക്കാൻ പറ്റും. എല്ലാം കുടിച്ചു. ഇനി നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും കൂടെ മൂത്താ മതി, വെന്ത് കിടക്കുവാണ്. ആരാ? അമ്മ പറയുന്നു ഇപ്പൊ ആരാണ്ടൊക്കെ വർത്താനം പറയുന്നത് കേട്ടോന്ന്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോയി, ഇനി ഉടനെ വരും. ഒന്നുകൂടെ അവള് വന്നിട്ടുണ്ട് കേട്ടോ. രേഖയെന്ന് ഞാൻ പറയത്തില്ല എല്ലാരോടും. അപ്പം ആരൊക്കെ പറഞ്ഞു രേഖയുടെ അന്വേഷണം പറയണമെന്ന് ഞാൻ പറയാം കേട്ടോ. പറഞ്ഞില്ലായിരുന്നു, അവളെ 2 ദിവസം നിന്നിട്ട് പോയില്ലേ. ഇപ്പം 3 ദിവസം കണ്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പം പറഞ്ഞേക്കാവേ. അവള് സുന്ദരിയായി വരുന്ന ദിവസം വീഡിയോ എടുത്താൽ മതി എന്നാ പറഞ്ഞേ. അതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചാൽ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ വരുന്നതെന്ന് വെച്ചാ അന്നേരം ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ഇതും കൂടെ ആയി കഴിഞ്ഞപ്പോ നമ്മുടെ ഇത് ഇനി മൂത്താ മതി. നമ്മുടെ ഉച്ച വരെയുള്ള വെപ്രാളവും പരവേശവും തീർന്നു. ഇനിയിപ്പോ നാളെ എന്താന്നുള്ളതാണ് ചിന്താഗതി. മനുഷ്യരുടെ കാര്യമേ ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. എന്നിട്ടും മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് വല്ല കുറവുണ്ടോ? നാളെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആൾക്കാർക്കല്ലേ. പക്ഷെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളത്തെ എന്താവാന്നുള്ളത് നമ്മൾ തയ്യാറാക്കി അങ്ങ് വെക്കും. ഇന്നലെ മഹൻ ചെയ്തുകൊണ്ട് നല്ല രസം വൃത്തിയായല്ലേ. അപ്പൊ നമുക്ക് പിന്നെ കാണാം. ചേട്ടൻ ഇത്രയും കുടിച്ച് കഴിക്കൊണ്ട് തന്നുണ്ടോ? ഞാൻ കുറച്ച് കുടിച്ചതാ. ഞാനെല്ലാം കൊതിപ്പിക്കുവാന്ന് എല്ലാവർക്കും പരാതി കേട്ടോ. ചാമ്പയ്ക്ക വരെ കൊതിപ്പിക്കുവാന്ന്. ഒരു ചാമ്പയ്ക്ക അങ്ങോട്ട് എറിഞ്ഞിട്ട് ഇനി തിന്നാണെന്ന് നോക്കി ഇന്നലെ എറിഞ്ഞും കൊടുത്തു. യമ്മി കിച്ചന് നല്ല രസം പറയുന്നത്. യമ്മി കിച്ചന് ഞാൻ എറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരുടെ വീതിച്ചെടുത്തോളാന്ന് നോക്കി ഇന്നലെ എടുക്കുകയും ചെയ്യും അല്ലേ.
കുറച്ചുകൂടെ എല്ലാരും എന്റെ ഒപ്പം കുറെ ആൾക്കാർ ഇനി വരാനുണ്ട്. വന്നു കഴിഞ്ഞ് നമുക്ക് ഒരിടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് ഒരിടത്തെ കൂടണം. ഏതായാലും ഒരു സ്ഥലം പറഞ്ഞാൽ മതിയല്ലോ, അവിടെ വെച്ച് നമുക്ക് കൂടാം. അപ്പൊ എല്ലാവർക്കും വരുമാനം കിട്ടി തുടങ്ങിയിട്ട് മതി, അല്ലെ സങ്കടാവത്തില്ല കേട്ടല്ലോ. അപ്പൊ ശ്രീജു പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നാലും പറഞ്ഞപ്പോ ചിലവര് നമ്മൾ സപ്പോർട്ട് ചെയ്താലും തിരിച്ചു വരത്തില്ല. ശ്രീജു പറഞ്ഞ അതൊക്കെ കറക്റ്റ് ആണ്. വരുമാനം കിട്ടി തുടങ്ങുമ്പോ നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യാം. അപ്പൊ ഈക്വലൈസ് ആയിട്ട് എല്ലാരുമായിട്ട് കളിയും ചിരിയും സാപ്പാടും എല്ലാരും ഷെയർ ചെയ്ത് നല്ല രസമാണ്. അപ്പൊ ആർക്കും ഒത്തിരി ആവുന്നുമില്ല, ആരും കിടന്ന് ഇതാവേണ്ട കാര്യമില്ല കേട്ടല്ലോ. നമുക്കൊരു ഹോട്ടലൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും വരുമാനം ആവുമ്പോ, വരുമാനം കിട്ടി തുടങ്ങുമ്പോ എല്ലാരും പറയണം കേട്ടോ, കമന്റ് ഇടണം. കുറച്ച് ആൾക്കാരൊക്കെ വിട്ട ശ്രീജുക്ക് ടീച്ചറൊക്കെ കിട്ടിയതാ, ബിജീസിന് കിട്ടിയതാണ്. ബാക്കി ഒത്തിരി ആൾക്കാർക്ക് കിട്ടാനുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ മതി കേട്ടോ, നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണണം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തല കടക്കുവായിരുന്നെങ്കിൽ നക്കായിരുന്നു, തല കടക്കത്തില്ല. അപ്പൊ നമുക്ക് പിന്നെ കാണാം കേട്ടോ. നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ സമയമായിട്ടോ. അവര് അച്ഛനും മോനും കൂടെ ഉണ്ണുവാണ്. മറ്റേ മോൻ ഇച്ചിവിടെ കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അപ്പം ഉണ്ണിക്കൂടനെ വെടുത്തിട്ടുണ്ട്, വിളമ്പി വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഒത്തിരി നാളായി. അപ്പം നമ്മള് നമ്മുടെ സ്പെഷ്യൽ അവിയലും എല്ലാം കൂടെ കൂട്ടി ഉണ്ണട്ടെ. അടുത്ത പന്തിക്ക് ഒരാൾ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ, ഇല്ലേ മോനെ? അപ്പം ഞങ്ങളെ ചോറൂണെല്ലാം കഴിഞ്ഞ്, ഊണെല്ലാം കഴിഞ്ഞ്, ചായ കുടിയും കഴിഞ്ഞു കേട്ടോ. ഞങ്ങളെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മ ചായ കുടിയെല്ലാം കഴിഞ്ഞു, കിടക്കാൻ പോകുന്നു. ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുക കേട്ടോ, ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുക. അപ്പൊ ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഞാൻ ഞങ്ങളുടെ പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചു. എന്നാന്നറിയാവോ, നമ്മുടെ ചന്തു ഇളയ സാധനം ഉണ്ടല്ലോ, കുഞ്ഞു വാവയായിരിക്കുമ്പോഴേ അവിടുന്ന് ചേട്ടൻ പറയും എല്ലാവരോടും സിനിമയ്ക്ക് പോകാൻ പറയുമ്പോൾ സിനിമയ്ക്ക് പോകണം, എല്ലാവരും കൂടെ ഹോട്ടലിൽ പോകാൻ പറയുമ്പോൾ ഹോട്ടലിൽ പോകണം, അല്ലെങ്കിൽ ഫോൺ വിളിക്കും. ഞാനിപ്പോ അങ്ങനത്തെ പരിപാടിയായിരുന്നു. ദേഷ്യം വരും, ഒരിടം എന്തെങ്കിലും പറഞ്ഞിട്ട് കേട്ടില്ല, ഞാൻ അതുപടി തന്നെ കേൾക്കുമായിരുന്നു. ഇപ്പൊ നമ്മളിവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക, ഭയങ്കര ജോലി എന്തെങ്കിലും ആണെങ്കിൽ, ഡീ ഇന്ന് അന്ന് അന്വേഷിക്കാൻ പോണേ ചേട്ടാ, അത് പിന്നെ പതുക്കെ പോരെ, നാളെയാണേലും പോരെ, പോരാ ഇപ്പൊ തന്നെ അന്വേഷിക്കണം, അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം കൊച്ചുമായിട്ട് സിനിമയ്ക്ക്, എനിക്ക് സിനിമ കൊച്ചിനെയൊക്കെ കുഞ്ഞിനെ കൊണ്ടൊക്കെ പാടല്ലേ പോകാൻ, എന്നാലും ഞങ്ങൾ ഇഷ്ടമായിരുന്നു എനിക്ക് സിനിമ കേട്ടോ. സിനിമ പോകുമ്പോഴത്തേക്ക് എങ്ങനെ എടുക്കുന്നു ചന്തുവിന് എങ്ങനെയാണെന്നറിയാം, ഒരു ലോഡ് ബിസ്ക്കറ്റും ഓർക്കുന്നില്ലേ അവൻ, ഒരു ലോഡ് ബിസ്ക്കറ്റും കുറേ തീറ്റി സാധനം എല്ലാം ആയിട്ട് പാക്ക് ചെയ്ത് ഞാനും അമ്മയും കൊച്ചും മൂത്തതും കൂടെ പോകും. മൂത്തതിന് അങ്ങനെ ഒത്തിരി അങ്ങനത്തെ തീറ്റ കുശലമൊന്നുമില്ല. അവന് സിനിമ കണ്ട് ഇടിയും മീശമാധവനില്ലേ ഒരു 10,000 പ്രാവശ്യം കാസറ്റ് ഇട്ട് ഇവിടെ ഇട്ട് കണ്ടു. ഇതിനകത്ത് അന്നൊക്കെ VCP-ക്കകത്തൊക്കെ നമ്മൾ കാസറ്റ് ഇട്ട് കണ്ടതിന്. ഇപ്പോഴല്ലേ ടിവിയിലും അതിലും ഇല്ല, ഇപ്പം വരെ അങ്ങനത്തെ ഇതൊന്നുമില്ല. നമുക്ക് VCP ഉണ്ടായിരുന്നു. അന്നേരം അച്ഛനാണ് കാസറ്റ് വാങ്ങിച്ചോണ്ട് തരുന്നത്. ഇവിടെ ഇഷ്ടംമാരി അച്ഛനുള്ളപ്പോ അച്ഛന് ഭയങ്കര പ്രാന്താണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് വിളിക്കും, ജിയോ എന്ന് പറയുന്ന ഒരു കടയുണ്ട്, അവിടെ നിന്ന് എന്നെ വിളിക്കും, എടി നീ നോക്കിക്കേ ഈ സിനിമ നമ്മൾ കണ്ടാണോന്ന്. എന്തിനാന്നോ, നോട്ട് എഴുതി വെച്ചേക്കുന്ന സിനിമ ഒരു 1000 എണ്ണമെങ്കിലും കണ്ടത് കാണും. എഴുതി വെച്ചേക്കുക, കണ്ടത് പിന്നെ പോയി കാസറ്റ് എടുത്തോണ്ട് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ പിന്നെ ഞങ്ങൾ ഫോൺ ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. അപ്പൊ എന്നോട് റെഡി ഇന്ന സിനിമ കണ്ടാണോ നോക്കിക്കെന്ന് പറയാം. നമ്മുടെ അച്ഛൻ അത് കണ്ടതല്ലെന്ന് പറയുമ്പോ അച്ഛൻ അതുമായിട്ട് വരും. രാത്രി ഞങ്ങള് ആഹാരം എല്ലാം കഴിച്ചിട്ട്, ഇല്ലേ അതൊക്കെ ഓർക്കുന്നില്ലേ, എല്ലാം രാത്രിത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങള് കാസറ്റ് ഇടുന്നത് സിനിമ കാണാൻ. നല്ല രസമായിരുന്നു. അപ്പൊ നമ്മുടെ മൂത്ത ആൾക്ക് അപ്പൊ അന്ന് കുഞ്ഞില്ല, ചെറുതില്ല, അച്ഛൻ കുഞ്ഞിതിനെ കണ്ടിട്ടില്ല കേട്ടോ. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് 1 വർഷമെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞുണ്ടായത്. അച്ഛൻ അതുകൊണ്ട് അവനെ മാത്രം കണ്ടിട്ടില്ല, ബാക്കി എല്ലാവരുടെയും കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ മൂത്ത മോന് 3 വയസ്സ് തികയുമായിരുന്നു കർക്കിടകത്തിൽ. അപ്പൊ അച്ഛൻ ആ കർക്കിടകത്തിൽ അത്തത്തിലാണ് മരിച്ചത്. അന്നേരം ഈ മൂത്തതിനുണ്ടല്ലോ സിനിമ പ്രാന്താണേ. അപ്പം മീശമാധവനെ കൊണ്ട് അച്ഛൻ CID മൂസ അത് TV-യിലായിരുന്നു, അതും കാണും. പിന്നെ വേറെ ഏതോ ഒരു സിനിമ എപ്പോഴും ഇരുന്ന് കാണുമായിരുന്നല്ലോ. എന്നിട്ട് ഇവനെ അതല്ലായിരുന്നു വിളിക്കുന്ന പേര് ഇവിടെ. അപ്പൊ വീട് പണി ടൈലിന്റെ ഒക്കെ പണി ഇവനെ എപ്പോഴും വിളിക്കുമായിരുന്നു എന്തോ ഒരു പേര്.
ടൈലിന്റെ പണിക്കാർ വരുമ്പോഴത്തേക്ക് മോൻ ഇതാണ് ഇരുന്ന് കാണുവാണോ എന്ന് ചോദിച്ചാൽ എന്തോ കളിയാക്കുക ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങള് സിനിമ കാണാൻ പോയപ്പോ ഇവന്റെ കഥയൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. നീ ഓർക്കുന്നുണ്ടോ വല്ലോ? കുറെ തിന്ന് ഇപ്പോഴും ബിസ്ക്കറ്റും അതും ഇതൊക്കെ കുറെ അടിച്ചു കയറ്റി തിന്നും. ചീത്തയാന്നറിയാം, പക്ഷെ ഒരു രക്ഷയില്ല, കേക്കത്തില്ല നമ്മളെന്നാ. ഇപ്പൊ എന്നാലും കുറെ കൊതി തീർന്നു ബിസ്ക്കറ്റിന്റെ ഒക്കെ. എങ്ങനെ തീരാതിരിക്കും? ഒരു ലോഡ് ബിസ്ക്കറ്റ് അല്ലേ ദിവസവും തിന്നുന്നത്. ചീത്തയാ, എത്ര പറഞ്ഞാലും പിള്ളേർക്കത് മനസ്സിലാവത്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇന്നലെ സിനിമയെല്ലാം കണ്ടു. അപ്പൊ ആ കഥയൊക്കെ ഞാൻ ഓർത്തത്, ഈ സാധനം തിന്നു കഴിയുമ്പോഴത്തെ എങ്ങനെയാണെന്നറിയാം, സിനിമ കാണുന്ന ഇഷ്ടമില്ല. ഇതിലോട്ടല്ലേ ശ്രദ്ധ, തീറ്റയിലോട്ടല്ലേ ശ്രദ്ധ. അതുവരെ ഉള്ളത് ഞാൻ മേടിച്ചങ്ങ് വെക്കും, സിനിമ തീരുന്നിടം വരെ ഉള്ള. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ വഴക്കുറയും. അപ്പൊ പാല് കുടിക്കുന്ന സമയം, അപ്പൊ ഇടയ്ക്ക് പാലും ഒക്കെ കൊടുക്കും. അങ്ങനെ എന്തൊക്കെ ആയിരുന്നല്ലേ സത്യം പറഞ്ഞാൽ ഓരോ ഇത് ഓർത്ത് കഴിഞ്ഞാ. ഇപ്പൊ നമുക്ക് അതൊന്നും ഓർക്കാൻ സമയമില്ല, ഒന്നും ഓർക്കാൻ നമുക്ക് സമയമില്ല. ചേട്ടനൊക്കെ നമ്മളെ സ്പിരിറ്റ് കയറ്റി മോനും ഒക്കെ കൂടെ, മോനൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴത്തെ വേറെ രീതിയിലോട്ടല്ലേ. എല്ലാവരുടെയും ജീവിതം അങ്ങനല്ലേ. ആദ്യം നമ്മൾ ഫസ്റ്റിലെ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരു ജീവിതം, പിള്ളേരുണ്ടായി കഴിയുമ്പോൾ ഒരു ജീവിതം, മക്കൾ വലുതായി കഴിയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ മക്കൾ വലുതായി കഴിയുമ്പോഴുള്ള ജീവിതമായിട്ടാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. പിന്നെ ഇവര് കല്യാണം കഴിച്ച് കഴിയുമ്പോഴും വേറെ വലിയൊരു ജീവിതം വരും, അത് വേറെ, അതൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനാണേലും ഇന്നലെ ഭയങ്കര ഇതായിരുന്നു, എവിടെയെങ്കിലും പോണം, പോയേ പറ്റുള്ളൂ. അങ്ങനെ പോയാണ് എല്ലാരും വരുവേം വേണമെന്ന് പറഞ്ഞു. ശരി പോയേക്കാന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇന്നലെ പോയത്. രസമായിരുന്നു. ഇപ്പൊ നമുക്ക് അതുമല്ല ഓർക്കാൻ സമയമുണ്ടോ? ഇപ്പൊ നമുക്ക് തിന്നുക, രാത്രി കിടക്കുമ്പോഴും ചിന്ത, അയ്യോ നാളെ രാവിലെ എന്നതായിരിക്കും ഉണ്ടാക്കുന്നത്, തേങ്ങ തിരുമ്മിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ, രാത്രി ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. എല്ലാ പെണ്ണുങ്ങളും വീട്ടമ്മമാരും അങ്ങനെയാണ്. അപ്പൊ ഓർക്കും, തേങ്ങ തിരുമ്മിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ. ഒരു ദിവസം ഞാനുണ്ടല്ലോ ഫ്രിഡ്ജ് തുറന്നു വന്ന് നോക്കിയമ്മേ തേങ്ങ തിരുമ്മ ഉണ്ടോന്ന്. എന്നാന്നറിയാ, രാവിലെ അത്രയും കൂടെ സന്തോഷം എഴുന്നേക്കാൻ. തിരുമ്മ ഉണ്ടല്ലോ, കടലക്കറിയായിരുന്നു. തിരുമ്മിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കാം. രാവിലെ ഉടനെ വന്ന് തിരുമുണ്ടല്ലോ. അങ്ങനെ എന്റെ ദൈവമേ, എന്തോ മനുഷ്യരുടെ കാര്യമല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഇതെന്ന് പറഞ്ഞാൽ അവിയൽ വെച്ച് നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ അവിയൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അവിയലിന്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മോന്റെ ചാനലും പോയി കാണണം, ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണണം. ടാറ്റാ.